മാന്യമഹാജനങ്ങളെ, ഇപ്പോൾ ഇവിടെ കുക്കറി ഷോ ആരംഭിക്കുകയാണ്. കുക്കറി ഷോ നടത്തുന്നത് എൽസമോളാണ്. എൽസമോൾ, പാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ആദ്യം കുറച്ച് ചേട്ട, ഒരു പാത്രം, ഒരു തീ കത്തിക്കുന്ന സാധനം, പിന്നെ ഒരു ചക്കക്കുരു. ഓക്കെ. പിന്നെ ഒരു കല്ലിൽ തീ കത്തിക്കാൻ വെച്ചേക്കുവാ. ഓക്കെ. പക്ഷെ തീ കത്തിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മളുടെ കുക്കറി ഷോയിൽ ആദ്യമായിട്ട് അടുപ്പുണ്ട്. അതോടൊപ്പം തന്നെ അടുപ്പിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു വേറൊരു അടുപ്പിൽ വെച്ചിരിക്കുന്നു. കല്ലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. ദോശ ചൂടാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യമായിട്ട്. എണ്ണയൊക്കെ പുരട്ടി ദോശ ഒഴിച്ചു. ദോശമാവ് നല്ലോണം ഇളക്കി അത് പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം പരട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി സൂപ്പ് ചൂടാക്കുന്ന രംഗങ്ങളാണ്. ചക്കക്കുരു കല്ലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. അത് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ മണ്ണെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്തത്. മണ്ണെടുക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണെടുക്കാൻ പുറത്തോട്ട് പോയിരിക്കുകയാണ്. മണ്ണെടുത്ത് കഴിഞ്ഞു. ഇനി അത് അടുപ്പിലേക്ക് സാവധാനം ഇട്ടതിന് ശേഷം തീ കത്തിച്ചതിന് ശേഷം ചട്ടി അതിന് മുകളിൽ വെച്ചു. ചക്കക്കുരു ഇളക്കി. ചക്കക്കുരു വേറൊരു പാത്രത്തിലേക്കിട്ട് നല്ലവണ്ണം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് സ്പൂൺ എടുത്ത് നല്ലോണം ഇളക്കുന്നു. ഇളക്കിയിട്ട് പാത്രത്തിലേക്ക് ഇടുന്നു. നിലത്ത് ചാടിപ്പോയ ചക്കക്കുരു വീണ്ടും പാത്രത്തിലേക്ക് പറക്കിയിട്ടതിന് ശേഷം ഒരു സ്പൂൺ എടുത്ത് വീണ്ടും അത് വേറെ പാത്രത്തിലേക്ക് ഇടുകയാണ്. ചിരട്ടയിലേക്ക് ഇടുകയാണ്. ഓരോന്നോരോന്ന് ചിരട്ടയിലേക്ക് പറക്കിയിട്ടു. ചിരട്ട കല്ലിൻ്റെ മുകളിൽ വെച്ച് അതിലേക്ക് ചക്കക്കുരുകൾ വാരിയിട്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചും വീണ്ടും പാത്രത്തിലേക്ക് ഇടുന്നു. വീണ്ടും ചിരട്ടയിലേക്ക് ഇടുന്നു. എന്നിട്ട് സ്പൂൺ ചിരട്ടയിലുണ്ട്. അത് നല്ലവണ്ണം ഇളക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പൂൺ. അടുത്തത് ഭക്ഷണം കഴിക്കുന്ന രംഗമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചക്കക്കുരുകളെടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നു. നല്ലവണ്ണം അത് ഇളക്കി അത് മിക്സ് ചെയ്ത് പുതിയ വിഭവങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളമെടുക്കുന്ന രംഗമാണ് കാണുന്നത്. വെള്ളമെടുത്ത് സൂപ്പിലേക്ക് ഒഴിക്കുന്നു. ചക്കക്കുരുവിലേക്ക് വെള്ളം മിക്സ് ചെയ്യുന്നു. വേറെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. എടുത്ത ചക്കക്കുരു വേറെ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കല്ലിൻ്റെ മുകളിൽ വയ്ക്കുന്നു. തീ കത്തിച്ചതിന് ശേഷം മഴ പെയ്യുമ്പോൾ കുടയും കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ പോകുന്നത് അതാണ് അടുത്തത്. വീണ്ടും മണ്ണ് വാരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയ രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുന്നതുകൊണ്ട് കുട ചൂടിയിട്ടാണ് മണ്ണ് എടുക്കാൻ പോയിരിക്കുന്നത്. മണ്ണെടുത്ത് കഴിഞ്ഞു.
പാത്രങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം വീണ്ടും പാത്രം എടുത്തു, എണ്ണ ഒഴിച്ച് ദോശ ചുടുന്നതിന് വേണ്ടിയിട്ട് നല്ലോണം എണ്ണ വരട്ടി നെയ്യ് എടുക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്യെടുത്തതിന് ശേഷം ദോശയിലേക്ക് നെയ്യ് ചേർത്ത് വെച്ചു. അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുക്കുന്നു. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ജലമെടുക്കുന്നു. അടുപ്പ് കല്ല് സെറ്റാക്കിയിട്ട് ചക്കക്കുരുവിൻ്റെ പാത്രം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. പാത്രം കയറ്റി വെച്ചതിന് ശേഷം വീണ്ടും മറ്റൊരു പാത്രം എടുത്ത് അത് മൂടി വയ്ക്കാൻ ശ്രമിച്ചു. മൂടി വയ്ക്കാനുള്ള പാത്രം എടുക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. മൂടി വെച്ചു. ശരിക്കും മൂടി വെച്ചതിന് ശേഷം വീണ്ടും നെയ്യ് എടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് ചെയ്യുന്നത്. നെയ്യ് തീർന്നു പോയ സ്ഥിതിക്ക് ഇനി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന രംഗമാണ്. ഓക്കെ പൈസ കടയിൽ നിന്ന് നെയ്യ് മേടിച്ച രംഗമാണ് ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത്. നെയ്യ് പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിനുശേഷം നമ്മുടെ പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി ദോശ ചുട്ടു. സവാള എടുത്ത് ശരിയാക്കുന്ന രംഗമാണ് കാണുന്നത്. സവാള കത്തി കൊണ്ട് മുറിക്കുന്ന രംഗമാണ് കാണുന്നത്. സവാള നല്ലോണം കത്തി കൊണ്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം പറക്കി പാത്രത്തിലേക്ക് ഇടുന്നു. പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം മുട്ട എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഒരു കിലോ മുട്ടയാണ് മേടിക്കുന്നത്. മുട്ട മേടിച്ചിട്ട് തിരിച്ച് അടുപ്പിൻ്റെ അടുത്തേക്ക് വരുന്ന രംഗമാണ് കാണുന്നത്. മുട്ടയെല്ലാം കൊത്തി ഒഴിച്ചു. അതിനുശേഷം തൊണ്ടൊക്കെ കളഞ്ഞു. മുട്ടയെല്ലാം തൊണ്ടൊക്കെ കളഞ്ഞെല്ലാം വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം ഇട്ടതിന് ശേഷം ഇനി എല്ലാം വൃത്തിയാക്കുന്ന രംഗമാണ്. അവിടെയുള്ള നിലം നല്ല രീതിയിൽ വൃത്തിയാക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. വെള്ളമെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം ഇതെല്ലാം ശരിയാക്കി പെട്ടെന്ന് എല്ലാ കങ്കാരുവിനെ എടുത്തുകൊണ്ട് വന്നു കങ്കാരുവിന് കൊടുക്കണം. മുട്ടയിലേക്ക് ചക്കക്കുരു ഇട്ടിരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നെൽക്കടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എല്ലാം ഭംഗിയായിട്ട് വീണ്ടും പാത്രത്തിലേക്ക് മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
കേടായ സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് നല്ല സാധനങ്ങൾ മാത്രം റെഡിയാക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പണികളെല്ലാം കഴിഞ്ഞു. ഇനി അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കുന്ന രംഗമാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ വിഭവസമൃദ്ധമായ ദോശയും മുട്ട പൊരിച്ചതും ചക്കക്കുരുക്കറിയും ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കഴിക്കുന്നതാണ്. ഇതാണ് ഇവിടെ ഉണ്ടാക്കിയ വിഭവങ്ങൾ. എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാം പാത്രത്തിലേക്ക് മാറ്റി ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് തൃപ്തിയാവണം. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഓക്കെ, ശുഭം. താങ്ക് യു ഫോർ വാച്ചിങ്.